2-3 ദിവസമായി കേൾക്കുന്ന വാർത്തയാണ് തൃപ്പൂണിത്തറ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മിഹിറിന്റെ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അവന്റെ സ്വന്തം ഉമ്മ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പുറത്തുവിട്ടു. പല കോളേജുകളും ഇപ്പോഴും റാഗിംഗ് എന്ന സിസ്റ്റം മാറിയിട്ടില്ല, മറയായിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് കോളേജ് അധികൃതർക്ക് വരെ അറിയാം. മിഹിർ എന്തിന്റെ പേരിലാണ് ആത്മഹത്യ ചെയ്തതെന്ന് പോലും വീട്ടുകാർക്ക് അറിയണ്ടായിരുന്നില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചിട്ടില്ല. പക്ഷേ വീട്ടുകാർ പിന്നീട് ഇതിന് പിന്നാമ്പുറം അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വാർത്ത. മിഹിർ 3 മാസങ്ങൾക്ക് മുമ്പാണ് ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ ചേരുന്നത്. അവിടെ നിന്ന് ഒരു കൂട്ടം നായിന്റെ മക്കൾ അവരെ റാഗിങ്ങിലൂടെ ക്രൂരമായി മർദ്ദിക്കും ചെയ്തു. ഓരോ ദിവസവും മിഹിറിനെ ക്രൂരമായി വിചാരണ ചെയ്താണ് ഇവർ കൊന്നു കളഞ്ഞത് തന്നെ പറയാം. മിഹിറെ നിന്നെ കാണാൻ ഭംഗില്ല എന്ന് പറഞ്ഞ് ക്ലോസറ്റിട്ട് ഉറച്ചു നായിന്റെ മക്കൾ. കോളേജ് അധികൃതർ പോലും അന്വേഷിച്ചില്ല ഇവൻ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. മാതാപിതാക്കൾ ഇറങ്ങേണ്ടി വന്നു. മാതാപിതാക്കൾ ഇവന്റെ സഹപാഠികളോട് അന്വേഷിച്ചപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത കിട്ടിയത്. മിഹിറിന്റെ മരണ വാർത്ത അറിഞ്ഞതിന് ശേഷവും ആ ക്രൂര നായിന്റെ മക്കൾ ആഘോഷിക്കുക ചെയ്തത്. മിഹിർ മാനസികമായി തകർന്നു പോയി. രക്ഷിതാക്കൾ പറയാൻ പോലും ഭയപ്പെട്ടു. പക്ഷെ ജീവനെടുത്തത് അവന് ഭയപ്പാടിന്റെ പേരിലാണ് ഇവന്റെ ജീവനെടുത്തത്. ഇപ്പോഴും പല കോളേജുകളിലും റാഗിംഗ് സിസ്റ്റം ഉണ്ട്. ഭയപ്പെട്ടിട്ടാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഭയപ്പെടാതെ നിങ്ങൾ രക്ഷിതാക്കളെ അറിയിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മിഹിറിന്റെ പേരിൽ അടുത്ത് നിങ്ങളായിരിക്കും. ഇക്കാര്യം മിഹിറിന്റെ വീട്ടുകാർ കോളേജ് അധികൃതരോട് പറഞ്ഞപ്പോൾ അവര് ഒഴിഞ്ഞു മാറിയത് അവരെ സൽപ്പേര് പോകുന്നു വിചാരിച്ചിട്ട്. ഇപ്പോഴും പല കോളേജുകളിലും അധ്യാപകർക്ക് സ്റ്റുഡൻസിനെ വരെ പേടിയാണ്. ഈ റാഗിംഗ് സിസ്റ്റം വളർത്തിയതും അധികൃതർ തന്നെയാണ്. മീഡിയ ഇപ്പോഴും ഇത് വലിയ വാർത്ത കിട്ടില്ല. ആത്മഹത്യന്റെ കാരണം കണ്ടെത്താൻ മാതാപിതാക്കൾ ഇറങ്ങേണ്ടി വന്നു. ഇവിടുത്തെ മീഡിയകൾക്കും കോളേജ് അധികൃതർക്കും അതുപോലെ തലപ്പൊക്കന്മാർക്കും എല്ലാം നഷ്ടപ്പെട്ടത് മിഹിറിനെ അവന്റെ സ്വന്തം വീട്ടുകാർക്കാണ്. റാഗിംഗ് സിസ്റ്റത്തിന്റെ പേരിൽ ഒരു കുട്ടി പോലും ഇനി കൊല്ലപ്പെടാൻ പാടില്ല. നീ കൊല്ലപ്പെട്ടാൽ എനിക്കും നിങ്ങൾക്കും ഒക്കെയാണ് ഉത്തരവാദിത്തം.